അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിച്ചു കഴിഞ്ഞാൽ, P is a point on the ellipse. X square by 9 plus y square by 4 equal to 1. Let the line passing through the P and parallel to y-axis meet the circle x square plus y square equal to 9 at a point Q, such that P and Q are on the same side of the x-axis. Then the eccentricity of the locus of the point are on PQ such that PQ is to RQ equal to 4:3 as P moves along the ellipse is. നമുക്ക് ഇതിന്റെ പാർട്ടായിട്ടൊന്ന് ചിന്തിച്ച്, എന്തായാലും എലിപ്സിനകത്തുനിന്ന് വരുന്നൊരു പ്രോബ്ലമാണ്. നമുക്ക് പറയുന്ന ഇത്രയേ ഉള്ളൂ. ഒന്നുകൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഈ എലിപ്സിന് മുകളിലുള്ള ഒരു ജനറൽ പോയിന്റ് ആയിട്ട് പി എടുക്കുക. ആ പിയിലൂടെ, അപ്പൊ ഇതിന്റെ ആക്സിസ് എക്സ് ആക്സിസ് ആണ്. അപ്പൊ ആ പിയിലൂടെ വൈ ആക്സിസിന് പാരലൽ ആയിട്ട് വരയ്ക്കുമ്പോൾ ആക്സിസ് ഓഫ് എലിപ്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചാൽ അത് പോയിട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 9. അതിന്റെ നമുക്ക് വേണമെങ്കിൽ അതിന്റെ ഓക്സിലറി സർക്കിൾ എന്നൊക്കെ പറയാം. ഓക്സിലറി സർക്കിൾ എന്ന് വെച്ചാൽ എലിപ്സിന്റെ മേജർ ആക്സിസ് ഡയമീറ്റർ ആയിട്ടുള്ള സർക്കിൾ. ആ സർക്കിളിന്റെ മുകളിൽ പോയിട്ട് ക്യൂ എന്ന് പറയുന്ന പോയിന്റിൽ ടച്ച് ചെയ്യുന്നു. പക്ഷെ അത് താഴേക്കും വരാം, ടച്ച് ചെയ്യാം, മുകളിലേക്കും വരാം. പക്ഷെ ഇത് എവിടെയായിരിക്കണം? മുകളിലായിരിക്കണം, സെയിം സൈഡ് ഓഫ് ദി എക്സ് ആക്സിസ്. നമുക്കൊന്ന് വരയ്ക്കാം, അതിന്റെ കാര്യങ്ങളൊന്ന് വരച്ച് മനസ്സിലാക്കാം. അപ്പോ ഇവിടെ ഓക്സിലറി സർക്കിൾ വരുന്നുണ്ട്, എലിപ്സ് വരുന്നുണ്ട്. ഈ പി എന്ന് പറയുന്ന പോയിന്റ് ഇതാ, സെയിം സൈഡ്. ക്യൂ ഓക്സിലറി സർക്കിളിന്റെ മുകളിൽ, പി എലിപ്സിന്റെ മുകളിൽ. നമ്മൾക്കറിയാം, എനി പോയിന്റ് പി ഓൺ x square by a square plus y square by b square equal to 1 is പാരാമെട്രിക്കലി എങ്ങനെ എടുക്കുന്നത്? x equal to a cos theta, y equal to b sin theta. ഇതാണ് എലിപ്സിന്റെ മുകളിലുള്ള പാരാമെട്രിക് റെപ്രസെന്റേഷൻ. അതുപോലെ എനി പോയിന്റ് ഓൺ x square plus y square equal to r square ആണെങ്കിൽ x equal to r cos theta, y equal to r sin theta. മാത്രമല്ല, ഓക്സിലറി സർക്കിളും എലിപ്സ് കൂടി എടുക്കുമ്പോൾ സെയിം തീറ്റ വെച്ചാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ ഇതിന്റെ സർക്കിൾ ആരാ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 3 സ്ക്വയർ ആണ് സർക്കിൾ. അപ്പൊ ഈ ക്യൂ ആരായിരിക്കും? 3 cos തീറ്റ, 3 sin തീറ്റ. പി ആരായിരിക്കും? 3 cos തീറ്റ. അവിടെ എലിപ്സ് എക്സ് സ്ക്വയർ ബൈ 9 ആണ് 3 സ്ക്വയർ, വൈ സ്ക്വയർ ബൈ 2 സ്ക്വയർ, അപ്പൊ 2 sin തീറ്റ. അപ്പൊ പിയും ക്യൂവും കിട്ടിക്കഴിഞ്ഞു. താഴോട്ട് എടുക്കുന്നില്ല, അതാണ് സെയിം ആക്സിസ്, എക്സ് ആക്സിന്റെ മുകളിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ പി ക്യൂവിനെ ഒരു ആർ എന്ന് പറയുന്ന പോയിന്റ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നോക്കൂ, ആർ ഡിവൈഡ്സ് പി 3 cos തീറ്റ 3 sin തീറ്റ, സോറി, P3 cos theta 2 sin theta and Q 3 cos theta 3 sin theta in ഏത് റേഷ്യോ? 4:3 ആണെന്ന് ഞാൻ ഓർക്കുന്നു. 4:3. യെസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എടുക്കുന്ന എല്ലാ പികളും, ഈ പി എന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രമല്ല പി ക്യാൻ മൂവ് എനിവേർ. ഈ പി എലിപ്സിന്റെ മുകളിലൂടെ മൂവ് ചെയ്യുന്നതനുസരിച്ച് ക്യൂ മാറുന്നു, അതിനനുസരിച്ച് ആര് മാറുന്നു? ആറ് മാറുന്നു. അങ്ങനെ മാറുന്ന ആറുകളെ യോജിപ്പിക്കുമ്പോൾ യു ഗെറ്റ് എ ഫിഗർ. ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ ലോക്കസ്. ആ ലോക്കസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് 6 എന്ന് പറയുന്ന പോയിന്റിന്റെ
ആർ എന്നത് ജനറൽ പോയിന്റ് ആയിട്ട് നമുക്ക് മാറ്റണം. ആ ആറിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് തീറ്റയിൽ കിട്ടുന്നു. എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും കിട്ടും. അത് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആറിന്റെ ലോക്കസ് കിട്ടും. അപ്പൊ പി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ക്യൂ മാറുന്നു. അപ്പോഴൊക്കെ ഉണ്ടാവുന്ന പി ക്യൂവിന്റെ സെക്ഷൻ പോയിന്റും മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അത് മൂവ് ചെയ്ത് കിട്ടുന്നത് എങ്ങനെയുള്ള ഫിഗർ ആണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കണം. അതാണ് ഇനി നമ്മളുടെ വർക്ക്. അപ്പോ ആറിന്റെ ഒരു കോർഡിനേറ്റ് നമുക്ക് ഫിക്സ് ചെയ്യാം. ലെറ്റ് ആർ ഈക്വൽ ടു നമുക്കൊരു എച്ച് കോമ കെ എന്ന് എടുക്കുന്നു. എങ്കിൽ എച്ച് എത്രയാണ്, ആർ എത്ര എന്നുള്ളത് സെക്ഷൻ ഫോർമുല പ്രകാരം വളരെ സിമ്പിൾ ആണ്. എന്തായിരിക്കും ആ ഫോർമുല ഞാൻ എഴുതേണ്ട ആവശ്യമില്ല. എം എക്സ് ടു പ്ലസ് എൻ എക്സ് വൺ ഡിവൈഡഡ് ബൈ എം പ്ലസ് എൻ. എം എന്ന് പറയുന്നത് 4 ആണ്, എൻ എന്ന് പറയുന്നത് 3 ആണ്. എക്സ് വൺ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ് വൺ വൈ വൺ ആയിട്ട് ഇതും എക്സ് ടു വൈ ടു ആയിട്ട് 3 കോസ് തീറ്റ 4 സൈൻ തീറ്റ എടുത്താൽ 12 കോസ് തീറ്റ എം എക്സ് ടു പ്ലസ് എൻ എക്സ് വൺ 9 കോസ് തീറ്റ ഡിവൈഡഡ് ബൈ 4 പ്ലസ് 3 7. കെ എന്ന് പറയുന്നത് ഇതുപോലെ 12 സൈൻ തീറ്റ പ്ലസ് 6 സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ 7. എം എക്സ് ടു പ്ലസ് എൻ എക്സ് വൺ ഡിവൈഡഡ് ബൈ എം പ്ലസ് എൻ. അങ്ങനെയാണ് നമ്മൾ എച്ചും കെയും എടുക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ ഹാവ് എച്ച് ഈക്വൽ ടു എന്ത് കിട്ടുന്നു? എച്ച് ഈക്വൽ ടു ഐ തിങ്ക് 21 കോസ് തീറ്റ ബൈ 3 ആണ്. അതുകൊണ്ട് 3 കോസ് ബൈ 7 ആണ്. 21 കോസ് തീറ്റ ബൈ 7 എന്നും. എന്നാൽ കെ അത്ര കംഫർട്ടബിൾ അല്ലല്ലോ. 18 സൈൻ തീറ്റ. കെ എന്ന് പറയുന്നത് 18 സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ 7. നമുക്ക് എങ്ങനെ തീറ്റ എലിമിനേറ്റ് ചെയ്യാം? തീറ്റ എലിമിനേറ്റ് ചെയ്ത് എച്ചിലും കെയിലും ഒരു ഇക്വേഷൻ കൊണ്ടുവരണം. ആ എച്ചിലും കെയിലുള്ള ഇക്വേഷനെ ഡയറക്റ്റ് ആയിട്ട് എക്സിലേക്കും വൈയിലേക്കും ട്രാൻസ്ഫർ ചെയ്തെടുക്കുക. എച്ചിന് പകരം എക്സും കെക്ക് പകരം വൈയും. അപ്പോൾ കിട്ടുന്ന ഇക്വേഷൻ എന്തിനെ കാണിക്കുന്നു? അതാണ് അതിന്റെ ലോക്കസ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരു കാര്യം ചെയ്യാം. എച്ച് ബൈ 3 എന്ന് പറഞ്ഞാൽ കോസ് തീറ്റയാണ്. കെ ബൈ 18 ബൈ 7 അല്ലേ? അല്ലെങ്കിൽ 7k ബൈ 18. അത് തന്നെയാണ് കെ ബൈ 18 ബൈ 7 ഈക്വൽ ടു ആരാണ്? സൈൻ തീറ്റയാണ്. സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ എച്ച് സ്ക്വയർ ബൈ 3 സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 18 ബൈ 7 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. ഇതാണ് ആർ എന്ന് പറയുന്ന പോയിന്റിന്റെ ഏതൊരു എച്ചും കെയും സാറ്റിസ്ഫൈ ചെയ്യണം. ഇങ്ങനെ നോക്കാം. പി മാറുന്നതിനനുസരിച്ച് ക്യൂ മാറുന്നതനുസരിച്ച് ഈ 4:3 കട്ട് ചെയ്യുന്ന പോയിന്റ് മാറണമെങ്കിൽ ഇത് കീപ്പ് ചെയ്യണം. നിങ്ങൾ ഏത് എച്ചും കെ എടുത്താലും ശരി, എച്ച് സ്ക്വയർ ബൈ 3 സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ബൈ 18 ബൈ 7 ഹോൾ സ്ക്വയർ 1 ആയിരിക്കണം. അപ്പൊ വേണമെങ്കിൽ ലോക്കസ് നമുക്ക് ആൽജിബ്രിക്കലി ജനറൽ ആയിട്ട് എഴുതുമ്പോൾ ലോക്കസ് ഓഫ് ആർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എച്ചിന് പകരം എക്സ് കൊടുക്കാനാണ് ഞാൻ പറഞ്ഞിരുന്നത്. പ്ലസ് കെക്ക് പകരം വൈ എന്ന് റീപ്ലേസ് ചെയ്യുമ്പോൾ 18 by 7 whole square is equal to 1. It's an ellipse. ഇത് എലിപ്സ് ആണ്. അതുകൊണ്ടാണ് അവര് വാട്ട് ഈസ് ദ എക്സെൻട്രിസിറ്റി ഓഫ് ദ ലോക്കസ് ഓഫ് ആർ എന്ന് ചോദിക്കാൻ കാരണം. ആറ് മൂവ് ചെയ്യുന്നത് വീണ്ടും ഒരു എലിപ്സ് പോലെയാണ്. മൂവ് ചെയ്ത് കിട്ടുന്ന പാത്ത് എലിപ്സ് ആണ്. ആ എലിപ്സ് എക്സെൻട്രിസിറ്റി ആണ് നിങ്ങളോട് ചോദിച്ചത്. എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും എലിപ്സിന്റെ കേസിൽ റൂട്ട് ഓഫ് 1 മൈനസ് മൈനർ ആക്സിസ് ബൈ മേജർ ആക്സിസ് ഹോൾ സ്ക്വയർ എന്നാണ്. ഇത് ഓർത്തിരുന്നാൽ മതി. 1 മൈനസ് നമുക്ക് എന്തെഴുതാം? 1 മൈനസ് എപ്പോഴും മൈനർ ആക്സിസ് ബൈ മേജർ ആക്സിസ് ഹോൾ സ്ക്വയർ. അത്ര ഓർക്കുക. എക്സെൻട്രിസിറ്റി ഇൻ ദ കേസ് ഓഫ് എലിപ്സ് റൂട്ട് ഓഫ് 1 മൈനസ് മൈനർ ബൈ മേജർ. അപ്പൊ നമുക്ക് റൂട്ട് ഓഫ് 1 മൈനസ് മൈനർ ബൈ മേജർ എന്ന് പറയുമ്പോൾ മൈനർ ഇവിടെ 18 by 7 ആണ്. 18 by 7 3 അത്ര ഇല്ലല്ലോ. അപ്പൊ 18 by 7 by 3. അപ്പൊ നമുക്ക് 18 സ്ക്വയർ ബൈ 7 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ എന്ന് കിട്ടും. what you get is root of 49 into 9 minus 18 square, I think 324
ബൈ 7 into 3 എന്ന് എഴുതിയാൽ മതി. 7 square into 3 square എന്ന് എഴുതണ്ട, പുറത്ത് 7 into 3. എനിക്ക് തോന്നുന്നു സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇത് 117 ആയിരിക്കും. അപ്പൊ റൂട്ട് ഓഫ് 117 ബൈ 7 into 3. 117 എന്ന് പറഞ്ഞാൽ 9 into 13. 9 into 13 എന്ന് പറയുമ്പോൾ 3 into root 13 by 7 into 3. 3 is cancelled. Root 13 by 7 is the final answer. Root 13 by 7. നോക്കാം അങ്ങനെ ഒരു ഓപ്ഷൻ. Root 13 by 7. Option 4 is the correct answer. അവിടെ P എന്ന് പറയുന്ന പോയിന്റിന് y ആക്സിസിന് പാരലായിട്ട് വരയ്ക്കുമ്പോൾ ഓക്സിലറി സർക്കിളിന് Q എന്ന് പറയുന്ന പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു. അതും രണ്ടും എക്സ് ആക്സിന്റെ മുകളിലേക്ക്. അതുകൊണ്ടാണ് എനിക്കിവിടെ 3 cos θ 2 sin θ 3 cos θ 3 sin θ എടുക്കാൻ കിട്ടിയത്. അതിലേക്ക് R എന്ന് പറയുന്ന ഒരു HK പോയിന്റ് 4:3 കട്ട് ചെയ്താൽ, അല്ലെങ്കിൽ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി ഈ P മാറിക്കൊണ്ടിരിക്കും എലിപ്സിന്റെ മുകളിലൂടെ. എലിപ്സിന്റെ മുകളിലൂടെ P മാറുമ്പോൾ Q മാറും, അഥവാ R മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ആ R മൂവ് ചെയ്യുന്ന എലിപ്സിനെയാണ് നമുക്ക് എങ്ങനെ കിട്ടിയിരിക്കുന്നത്? x² by 3² plus y² by 18/7 whole square equal to 1 ആയി കിട്ടി. അതിന്റെ എക്സെൻട്രിസിറ്റി ഓഫ് ദ എലിപ്സ് എപ്പോഴും റൂട്ട് ഓഫ് 1 മൈനസ് മൈനർ ആക്സിസ് ബൈ മേജർ ആക്സിസ്. മൈനർ ആക്സിസ് എന്ന് പറയുമ്പോൾ 2b 2 into 18/7 വേണം. ശരിക്കും അവിടെ ഞാൻ 2 into 18/7 ഇവിടെ എഴുതുന്നത്, ശരിക്കും എഴുതേണ്ടത് അത് 2 കട്ട് ചെയ്ത് പോകും. അതുകൊണ്ടാണ് ഞാൻ അത് എഴുതാഞ്ഞത്. വേണമെങ്കിൽ ഒന്ന് കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട് എഴുതുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത്. റൂട്ട് ഓഫ് 1 മൈനസ് 2 into 18/7 ഡിവൈഡഡ് ബൈ 2 into 3 the whole square. അപ്പൊ തന്നെ 2 കട്ടാവും. അപ്പോഴാണ് 18² ഡിവൈഡഡ് ബൈ 7² 3². അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ബാക്കി സിമ്പിൾ അരിത്തമെറ്റിക്. റൂട്ട് 13/7 ഈസ് ദ ആൻസർ. ഏതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ 4 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പൊ ഇത് കൃത്യമായി എലിപ്സിൽ നിന്ന് വരുന്നു. ഇത് പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? സെക്ഷൻ ഫോർമുല അറിയണം, എലിപ്സിന്റെ എക്സെൻട്രിസിറ്റി ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ അറിയണം. പിന്നെ അറിയേണ്ടത് പാരാമെട്രിക് ഫോം ഓഫ് എ പോയിന്റ് ഓൺ ദ എലിപ്സ്, അഥവാ ഹൗ ക്യാൻ വി ടേക്ക് എ ജനറൽ പോയിന്റ് ഓൺ എ ഗിവൺ എലിപ്സ്. സ്റ്റാൻഡേർഡ് എലിപ്സിന്റെ മുകളിൽ എങ്ങനെ ഒരു ജനറൽ പോയിന്റ് എടുക്കാം? A cos θ B sin θ. സർക്കിളിന്റെ മുകളിലെ പാരാമെട്രിക് റെപ്രസെന്റേഷൻ എന്താണ്? x equal to r cos θ x equal to r sin θ. പിന്നെ സെക്ഷൻ ഫോർമുല ഉപയോഗിക്കുന്നു. ലോക്കസ് കാണാൻ ഒരു പർട്ടിക്കുലർ കോർഡിനേറ്റ്സ് നിങ്ങൾ എടുക്കുന്നു. ഒരു പോയിന്റിന്റെ ലോക്കസ് കാണാൻ പോയിന്റ് ഒരു പർട്ടിക്കുലർ കോർഡിനേറ്റ്സിൽ ഫിക്സ് ചെയ്തിട്ട് തന്നിരിക്കുന്ന കണ്ടീഷൻ അതിൽ അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന ഇക്വേഷനിലെ പർട്ടിക്കുലർ കോർഡിനേറ്റിന് പകരം ജനറൽ കോർഡിനേറ്റ് ആയ എക്സും വൈ ആയിട്ട് മാറ്റുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻ എന്താണോ, അല്ലെങ്കിൽ കിട്ടുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണോ, എക്സ്പ്രഷൻ എന്താണോ, ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ ലോക്കസ്. ലോക്കസ് കാണാനുള്ള പൊതുവെയുള്ള മാർഗ്ഗം അതാണ്. ആ രീതിയിൽ ഞാൻ ഇവിടെ ആറിന്റെ കോർഡിനേറ്റ്സ് ഒരു ഫിക്സഡ് പോയിന്റ് ആയ HK വെക്കുന്നു. ഗിവൺ കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നു. നമുക്ക് എച്ചിലും കെയിലും നമുക്കൊരു ഇക്വേഷൻ കിട്ടുന്നു. അതിനെ ജനറലൈസ് ചെയ്താലാണ് ലോക്കസ് ആയി മാറുക. അതിനാണ് എക്സ് ആയിട്ടും വൈ ആയിട്ടും എച്ചിനും കെയിനും മാറ്റി. അപ്പൊ കിട്ടുന്ന ഇക്വേഷൻ കൃത്യമായും ഒരു എലിപ്സ് ആണെന്ന് മനസ്സിലാക്കി. എലിപ്സിന്റെ എക്സെൻട്രിസിറ്റിയുടെ ഫോർമുല റൂട്ട് ഓഫ് 1 മൈനസ് മൈനർ ആക്സിസ് ബൈ ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് ബൈ മേജർ ആക്സിസ് ഹോൾ സ്ക്വയർ. അത് കാൽക്കുലേറ്റ് ചെയ്താൽ ന്യൂമറിക്കൽ വാല്യൂ ഉപയോഗിച്ച് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ റൂട്ട് 13/7. ദാറ്റ് ഈസ് അവർ ഓപ്ഷൻ 4 is the option. ക്ലിയർ ആണല്ലോ?